ദാ ഇത് വാങ്ങിക്കോ, എന്നിട്ട് എൻ്റെ മോള് വേഗം റൂമിലേക്ക് പോകാൻ നോക്ക്. ഏട്ടൻ അവിടെ നിന്നെ കാത്തിരുന്ന് തളർന്നു കാണും. ധന്യയെ കളിയാക്കിക്കൊണ്ട് എമി അവളുടെ കയ്യിലേക്ക് പാൽ നിറച്ച ഗ്ലാസ് വെച്ചു കൊടുത്തു. ഓ, സാരമില്ല, കുറച്ചങ്ങ് തളർന്നോട്ടെ. പാൽ ഗ്ലാസ് കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് ധന്യ അവളെ നോക്കി ചുണ്ടുകൊട്ടി. അതെന്തൊരു വർത്തമാനാ ധനുവേ, നമ്മുടെ ദത്തേട്ടൻ പാവമല്ലേ, ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ? കീർത്തനയും അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അവളെ കളിയാക്കി. ഒന്ന് പോടി, ഇതൊക്കെ എല്ലാവരും ഓർത്തു വെച്ചോ. നിന്റെയൊക്കെ കല്യാണം കഴിയുമ്പോൾ ഇതുപോലെ എല്ലാത്തിനെയും ഒരുമിച്ച് കളിയാക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അധികം ഇളകണ്ട എൻ്റെ മക്കള്. പെൺപിള്ളേരെ എല്ലാം നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ഉടുത്തിരിക്കുന്ന കസവ് സാരിയും ഒരു കൈയാൽ പൊക്കിപ്പിടിച്ച് ധന്യ ചവിട്ടിത്തുള്ളി മുകളിലേക്കുള്ള പടികൾ കയറി. അവളുടെ ഒരു ആവേശം കണ്ടില്ലേ? എൻ്റെ ഏട്ടനെ അവൾ ബാക്കി വെച്ചാൽ മതിയായിരുന്നു. ധന്യയുടെ ചവിട്ടിത്തുള്ളിയുള്ള പോക്ക് കണ്ട് പെൺപിള്ളേരെല്ലാം കൂടി ചിരി തുടങ്ങി. അവരെ വെല്ലുവിളിച്ച് മുകളിലേക്ക് കയറിയെങ്കിലും റൂമിനടുത്തേക്ക് നടക്കുന്തോറും ധന്യയുടെ നെഞ്ച് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. എൻ്റെ കണ്ണാ, ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊരു പേടി? ഞാൻ ആദ്യമായൊന്നുമല്ലല്ലോ കണ്ണേട്ടനോടൊപ്പം ഒരു മുറിയിൽ കഴിയുന്നത്. ക്രമം തെറ്റി മിടിക്കുന്ന തൻ്റെ നെഞ്ചിലേക്ക് ഇടം കൈ ചേർത്തുകൊണ്ട് ധന്യ സ്വയം പറഞ്ഞു. കൃഷ്ണ, ഗുരുവായൂരപ്പ കാത്തോളണേ. ഇന്ന് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കട്ടയ്ക്ക് കണ്ണേട്ടൻ്റെ കൂടെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി തരണേ. നെഞ്ചത്ത് കൈവച്ച് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ പതിയെ വാതിലിലൂടെ തല ഉള്ളിലേക്കിട്ട് മുറിയാകെയൊന്ന് വീക്ഷിച്ചു. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ, ഇനി പുറത്തെങ്ങാനും പോയി കാണുവോ? ദത്തനെ മുറിയിലെങ്ങും കാണാതെ സംശയത്തോടെ പറഞ്ഞുകൊണ്ട് ധന്യ പാല് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ബെഡിലേക്ക് പോയിരുന്നു. ഇതേ സമയം കുളപ്പടവിൽ നമ്മുടെ പിള്ളേര് സെറ്റിന്റെ നടുവിൽ പെട്ടിരിക്കുകയാണ് ദത്തൻ. ദേ ഡാ നോക്കിയേ, നമ്മുടെ വീരശൂര പരാക്രമി ദത്തൻ ദേവ് വാലും ചുരുട്ടിയിരിക്കുന്നു. അവരുടെ നടുവിൽ ചെവിയും പൊത്തിയിരിക്കുന്ന ദത്തനെ കളിയാക്കിക്കൊണ്ട് വരുൺ ഉറക്കെ പറഞ്ഞു ചിരിച്ചു. മതിയിടാ നാറികളെ, ഒന്ന് നിർത്ത്. ആറ്റുനോറ്റ് മനുഷ്യനൊരു കല്യാണം കഴിച്ചിട്ട് നീയൊക്കെ കൂടി എൻ്റെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കുമോ? അവരുടെ കളിയാക്കൽ സഹിക്ക വയ്യാതെ ദത്തൻ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. ആ, അവിടെ ഇരി മോനെ, നിന്നെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയായിരുന്നു അവൻ? തട്ടിക്കൊണ്ട് പോകുന്നു, വരുന്നു, പൂട്ടിയിടുന്നു, പിന്നെ താലി കെട്ടുന്നു. അതിൻ്റെ ഇടയിൽ അവൻ്റെ അമ്മൂമ്മയുടെ പ്രതികാരം. എന്നിട്ടിപ്പോൾ എന്തായി? തട്ടിക്കൊണ്ട് വന്നവളെ കല്യാണം കഴിച്ചു കുടുംബമുണ്ടാക്കാൻ പോണു. ആഷി ദത്തനെ അടിമുടി ഒന്ന് നോക്കി പറഞ്ഞതും ദത്തൻ എണീറ്റതുപോലെ അവിടെ തന്നെ ഇരുന്നു പോയി. അത് നീ പറഞ്ഞത് നേരെ ആഷി. എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. ആദ്യം കല്യാണം രജിസ്റ്റർ ചെയ്തപ്പോൾ ഇവൻ എന്താ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞെന്ന് കരുതി അവളെ ഒരിക്കലും ഇവന്റെ ഇഷ്ടത്തിനു വേണ്ടി പിടിച്ചു നിർത്തില്ല. ഇവന്റെ പ്രതികാരം കഴിയുമ്പോൾ അവളെ അവളുടെ വഴിക്ക് വിടുമെന്ന്. ഇപ്പൊ പ്രതികാരവും കഴിഞ്ഞു, എല്ലാവരുടെയും പുകയും കണ്ടു. എന്നിട്ടോ ഇവ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുമെന്ന് പറഞ്ഞവളുടെ കൂടെ ഇപ്പോൾ ആദ്യരാത്രി ആഘോഷിക്കാൻ പോണു. ആഷിയെ ഏറ്റുപിടിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞതും ദത്തൻ വായിൽ ആപ്പടിച്ചതുപോലെ ഇരുന്നു പോയി. വിട്ടേക്കടാ, ഇന്നത്തേക്ക് മതി. ബാക്കി ഇവനൊരു കൊച്ചുണ്ടാവുമ്പോൾ പറയാം. ഇനി അതാ പറ്റിയ അവസരം. പാവം ധനു കാത്തിരുന്ന് ഉറങ്ങിക്കാണും. ഇനി ഇവൻ ചെന്നില്ലെങ്കിൽ ഇന്ന് ഇവന്റെ ലാസ്റ്റ് നൈറ്റ് ആയിരിക്കും. നീ പൊയ്ക്കോടാ മോനെ, ദത്തന്റെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് ആദി ഒരു ഇളിയോടെ പറഞ്ഞു. തെണ്ടി, എല്ലാത്തിനും തരാട്ടോ. ഇവിടുന്നൊന്ന് വീട്ടിലെത്തിക്കോട്ടെ. നിന്റെയൊക്കെ കല്യാണ സദ്യയിൽ മണ്ണ് വാരി ഇടും ഞാൻ, നോക്കിക്കോ. എല്ലാത്തിനെയും നോക്കി പല്ല് കടിച്ചുകൊണ്ട് ദത്തൻ ചവിട്ടിത്തുള്ളി പടവുകൾ കയറി മുകളിലേക്ക് പോയി. ഡാ അളിയ, ഒന്ന് നിൽക്കടാ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ദത്തൻ അവസാനത്തെ പടവ് കയറി മുകളിലെത്തിയതും പിറകിൽ നിന്ന് ദേവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇനി നിനക്കെന്താ? ദത്തൻ പല്ല് കടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ഓൾ ദ ബെസ്റ്റ്. ദത്തനെ നോക്കി ഒരു ഇളിയോടെ ദേവൻ പറഞ്ഞതും എല്ലാവരും അവനെ സംശയത്തോടെ നോക്കി. ഇതെന്തിനാടാ ഇപ്പൊ പറഞ്ഞത്? ദത്തൻ അവനെ കണ്ണുകൾ ചുരുക്കി നോക്കി. അല്ല, അത് പിന്നെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ, ഇരിക്കട്ടെ ഒരെണ്ണം ഈ അളിയന്റെ വക. ദേവൻ ഗമയിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി ഇളിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല, ശിവശങ്കരന്റെ അല്ലേ വിത്ത്. ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. വാ, പോയി കിടന്നുറങ്ങാം. അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ആഷിയും സിദ്ധുവും ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഇനിയും ഒന്നും കേൾക്കാനുള്ള ത്രാണിയില്ലെന്ന പോലെ ദത്തൻ അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. എടാ, കുഴപ്പമായോ? ദേവൻ വരുണിനെ ചുരുണ്ടിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല മോനെ, ഏറ്റില്ല. നീ വാ, നമുക്ക് ചാച്ചാം. വരുൺ ദേവന്റെ തോളിലൂടെ കൈയിട്ട് അവനുമായി പടികൾ കയറി. ആഷിയും സിദ്ധുവും അവർക്ക് മുന്നിലും ആദി അവർക്ക് പിറകിലായി നടന്നു. എല്ലാവരിലും ഒരുപോലെ സന്തോഷം നിറഞ്ഞിരുന്നു ആ നിമിഷം. ദത്തനും ധന്യയും ഒന്നു ചേരുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു അവർ ഓരോരുത്തരും. ദത്തൻ റൂമിലേക്ക് വരുമ്പോൾ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി ധന്യ ഉള്ളിലുണ്ടെന്ന്. അവൻ നീട്ടിയൊന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് മുറിക്കുള്ളിലേക്ക് കയറി. മുറിയിൽ കയറിയതും ദത്തന്റെ മുഖം ഫ്യൂസ് പോയ ബൾബ് പോലെയായി. ഈശ്വര, ഈ പെണ്ണ് ഉറങ്ങിയോ?
ബെഡിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന ധന്യയെ കണ്ട് ദത്തൻ നെഞ്ചത്ത് കൈവച്ചു പോയി. അവൻ വേഗം വാതിലടച്ച് അവൾക്കടുത്തേക്ക് ചെന്നു. ടേബിളിൽ അവൾ കൊണ്ടുവന്ന പാലിരിക്കുന്നത് അവന്റെ കണ്ണിലുടക്കി. അവൾ തന്നെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയതാണെന്ന് അവന് മനസ്സിലായി. ഛേ, ആ പന്നികൾ എല്ലാം കുളമാക്കിയല്ലോ. പാലും തണുത്ത് പെണ്ണും ഉറങ്ങി. ഇനി എന്ത് ഫസ്റ്റ് നൈറ്റ്? പുല്ല്. മണിയറ അലങ്കരിച്ച റോസാപ്പൂവിതളുകൾ പുറം കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ദത്തൻ നിരാശയോടെ പറഞ്ഞു. എന്നാലും ഇങ്ങനെയൊരു ചതി എന്നോട് വേണ്ടായിരുന്നു. മട്ടൻ ബിരിയാണി മുന്നിൽ കൊണ്ടുവച്ചിട്ട് കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നത് പോലെയായിപ്പോയി ഇത്. ആ, ഇനി പറഞ്ഞിട്ടെന്താ? കിടന്നുറങ്ങാം. ഓരോന്ന് പറഞ്ഞ് പരിതപിച്ചുകൊണ്ട് ധന്യയെ പിടിച്ചു നേരെ കിടത്തി അവനും അവൾക്കരികിലേക്ക് കിടന്നുകൊണ്ട് കൈ എത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു. ശരീരത്തിലേക്ക് അരിച്ചു കയറുന്ന കഠിനമായ തണുപ്പ് സഹിക്കവയ്യാതെ ഉറക്കത്തിൽ നിന്ന് അസ്വസ്ഥതയോടെ ധന്യ തന്റെ കണ്ണുകൾ ചിമ്മി തുറന്നു. റൂമിലാകെ പടരുന്ന അരണ്ട വെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് ചുവരിലിരിക്കുന്ന ക്ലോക്കിലേക്കായിരുന്നു. സമയം 4:30 ഉണ്ടായിരുന്നുള്ളൂ. ഉറക്കച്ചടവോടെ തന്നെ അവൾ കംഫർട്ടിനായി കൈകൾ കൊണ്ട് ബെഡിൽ പരതി. പക്ഷേ അവിടെയെങ്ങും കാണാതെ അവളത് തിരയാനായി എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് തന്റെ വയറിനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ദത്തന്റെ കൈകളെ അവൾ കാണുന്നത്. ഒരു ഞെട്ടലോടെ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടെ അവൾ ചുറ്റിനും നോക്കി. ഇന്നലെ രാത്രി ആദ്യരാത്രിക്ക് വേണ്ടി ബെഡിൽ അലങ്കോലമായി ഇട്ടിരുന്ന പൂക്കൾ വാടിയിരിക്കുന്നു. അവൾ കൊണ്ടുവന്നു വെച്ച പാല് തണുത്തുറഞ്ഞ് ടേബിളിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് അവളത് ഓർക്കുന്നത്. ഇന്നലെ കണ്ണേട്ടനെ കാത്തിരുന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയതാണ് താൻ. കണ്ണേട്ടൻ വന്നതും കിടന്നതും ഒന്നും താൻ അറിഞ്ഞില്ലല്ലോ. ഒരുപാട് പ്രതീക്ഷകളുമായി വന്ന മനുഷ്യനെ താൻ നിരാശപ്പെടുത്തിയോ? തെറ്റായിപ്പോയോ എൻ്റെ കണ്ണാ? അവൾ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. നിഷ്കളങ്കമായി ഉറങ്ങുന്ന ദത്തനെ നോക്കുന്തോറും അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെയായി. അവളൊരു തേങ്ങലോടെ അവന്റെ നെഞ്ചിലേക്ക് വീണു കരഞ്ഞു. ശ്രീ, എന്താ ഇത്? നീ എന്തിനാ കരയുന്നത്? അവളുടെ കരച്ചിൽ ചീലുകൾ കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നുകൊണ്ട് ദത്തൻ ആദിയോടെ ചോദിച്ചു. കണ്ണേട്ടാ, എന്നോട് ക്ഷമിക്ക്. ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാ. കരയുന്നതിൻ്റെ ഇടയിൽ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു. നീ എന്തൊക്കെയാ ശ്രീ പറയുന്നത്? ദത്തൻ ഒന്നും മനസ്സിലാകാതെ അവളെ മിഴിച്ചു നോക്കി. ഇന്നലെ ഏട്ടൻ വരാൻ താമസിച്ചപ്പോൾ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാ. ഒത്തിരി നേരം നോക്കിയിരുന്നു, പക്ഷേ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി, അവൾ വിങ്ങലോടെ പറഞ്ഞു. അതിനാണോ നീ ഇങ്ങനെ കരയുന്നത്? നീ ഇങ്ങനെ കരയാൻ മാത്രം ഞാനൊന്നും നിന്നെ പറഞ്ഞില്ലല്ലോ ശ്രീ. ക്ഷീണം കൊണ്ടാ നീ ഉറങ്ങിയതെന്ന് എനിക്ക് മനസ്സിലായല്ലോ. പിന്നെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ വരാനും ലേറ്റ് ആയല്ലോ, ദത്തൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും കണ്ണേട്ടൻ ഒത്തിരി ആഗ്രഹിച്ചതല്ലേ ഇന്നലത്തെ രാത്രി? ധന്യ വീണ്ടും കരയാൻ തുടങ്ങി. അതൊക്കെ സത്യമാണ്. പക്ഷേ ഇനി പറഞ്ഞിട്ടെന്താ? എല്ലാം കഴിഞ്ഞു പോയില്ലേ? ദത്തൻ നിരാശയോടെ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. കണ്ണേട്ടാ, എനിക്ക് വേണം. എന്ത്? ധന്യ നാണത്തോടെ പറഞ്ഞതും ദത്തൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. നിങ്ങളെ എനിക്ക് വേണം. ഇപ്പോൾ, ഈ നിമിഷം. അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ധന്യ അത് പറയുമ്പോൾ ദത്തന്റെ മുഖം ആ പുലർച്ചയിലും പൂനിലാവ് ഉദിച്ചതുപോലെ തിളങ്ങുകയാണെന്ന് തോന്നിപ്പോയി ധന്യയ്ക്ക്. സത്യമാണോ ശ്രീ? അവൻ വിശ്വാസം വരാതെ ചോദിച്ചതും ധന്യ ഒന്നുയർന്ന് അവന്റെ നെറ്റിയിലായി തന്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. ശ്രീ, ദത്തന്റെ കാറ്റുപോലെ പതിഞ്ഞ ശബ്ദത്തിൽ ഒന്ന് വിറച്ചുപോയി അവൾ. ഒരു പിടപ്പോടെ അവൾ അവനിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതും ഒരു വരിയിൽ അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവളുമായി ഒന്ന് മറിഞ്ഞു അവൻ. ഞാൻ എടുത്തോട്ടെ ശ്രീ നിന്നെ എൻ്റെ മാത്രമായി? ഫസ്റ്റ് നൈറ്റ് തന്നെ വേണമെന്നില്ലല്ലോ. ഫസ്റ്റ് ഡേ ആയാലും മതി എനിക്ക്. അവളുടെ ശരീരത്തിലേക്ക് ചെറുതായി അമർന്നുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ നാണത്തോടെ ചിരിച്ചുകൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞു അവൾ. അവളുടെ മൗനം സമ്മതമായി കണ്ടുകൊണ്ട് അവൻ തന്റെ മുഖം അവളുടെ കഴുത്തിടുക്കിലേക്ക് അമർത്തി വെച്ചു. പുലർക്കാലത്തിന്റെ കാഠിന്യമേറിയ തണുപ്പിൽ പരസ്പരം മെയ്യും മനസ്സും ഒന്നാകാൻ അവർ തീരുമാനിച്ചു. ദത്തന്റെ കൈകളുടെ ചലനത്തിലും ചുണ്ടുകൾ നൽകുന്ന അനുഭൂതിയിലും ധന്യ ലയിച്ചുപോയി. അവളുടെ കരങ്ങളും അവനെ തലോടി. ശരീരമാംസകലം അവൻ നൽകുന്ന മുത്തങ്ങളാൽ അവൾ പൂവിണിഞ്ഞു. എല്ലാത്തിനുമൊടുവിൽ ഒരു ചെറു നോവോടെ ദത്തൻ അവളിൽ തന്റെ പ്രണയം നിറയ്ക്കുമ്പോൾ നിറകണ്ണുകളോടെ ധന്യ അവനെ ഇരുകൈയാളും വരിഞ്ഞു മുറുക്കി. തന്റെ പ്രണയം മുഴുവൻ അവരിലേക്ക് പകർന്നുകൊണ്ട് തളർച്ചയോടെ ദത്തൻ ബെഡിലേക്ക് വീഴുമ്പോൾ ധന്യയുടെ മനസ്സാകെ സന്തോഷത്താൽ തുടികൊട്ടുകയായിരുന്നു. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. ഇപ്പോൾ ദത്തന്റെയും ധന്യയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും തറവാട്ടിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് വന്നിരുന്നു. നമ്മുടെ ബാക്കിയുള്ള പിള്ളേര് സെറ്റിന്റെ കല്യാണമാണ് അതിന്റെ മെയിൻ കാരണം. വന്ന മാടെ അമ്മമാര് കല്യാണത്തിന് ദിവസം കുറിക്കാനായി ജ്യോത്സ്യനെ കാണാനായി പോയി. ആഷിയുടെയും അനുവിന്റെയും കല്യാണം ആദ്യം ക്ഷേത്രത്തിൽ വെച്ചും പിന്നീട് പള്ളിയിൽ വെച്ചും നടത്താൻ തീരുമാനിച്ചു. യമിയുടേതും ദേവന്റേതും അങ്ങനെ നടത്തണമെന്നുണ്ടായിരുന്നുവെങ്കിലും ജേക്കബ് അത് വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരുടേത് ക്ഷേത്രത്തിൽ വെച്ചു മാത്രം നടത്താൻ തീരുമാനിച്ചു. അവർക്കൊപ്പം ബാക്കിയുള്ളവരുടേതും. കീർത്തനയുടെയും വരുണിന്റെയും ജാതകങ്ങൾ തമ്മിൽ പൊരുത്തം നോക്കിയപ്പോൾ ഇനി വരുന്ന 2 മാസങ്ങൾ കൂടി കഴിഞ്ഞിട്ടേ അവർക്കുള്ള വിവാഹത്തിന് മുഹൂർത്ത സമയമുള്ളൂ. അതിനു മുൻപ് തന്നെ ബാക്കിയുള്ളവരുടെ നടത്താൻ വരുൺ പറഞ്ഞെങ്കിലും
നടത്തുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കല്യാണം ഒരുമിച്ച് നടത്തിയാൽ മതിയെന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളേർ അതിനെ എതിർത്തു. പിന്നെ വേറെ വഴിയില്ലാതെ ദത്തനും അമ്മമാരും ജേക്കബും ഗണേഷും അതിനോട് യോജിച്ചു. അങ്ങനെ 2 മാസത്തിന് ശേഷമുള്ള തങ്ങളുടെ കല്യാണ ദിവസത്തേക്കുള്ള കാത്തിരിപ്പിലാണ് നമ്മുടെ പിള്ളേരെല്ലാം. കണ്ണേട്ടാ, എഴുന്നേക്ക്, താഴെ എന്നെ തിരക്കുന്നുണ്ടാവും. തൻ്റെ നഗ്നമായ മാറിൽ തലവെച്ച് കിടക്കുന്ന ദത്തനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ധന്യ ചിണിങ്ങളോടെ പറഞ്ഞു. കുറച്ചു നേരം കൂടി കിടന്നോട്ടെ ശ്രീ, ക്ഷീണം കൊണ്ടല്ലേടി. അവളിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നുകൊണ്ട് ദത്തൻ കുറുമ്പോടെ പറഞ്ഞു. അയ്യടാ, അങ്ങോട്ട് മാറു മനുഷ്യ, നിങ്ങളോട് ക്ഷീണിക്കാൻ ഞാൻ പറഞ്ഞോ? കല്യാണത്തിൻ്റെ ഓരോ തിരക്കിനില്ല അങ്ങേരുടെ കൊഞ്ചല്. ദത്തനെ ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവൾ ഷീറ്റും വാരി ചുറ്റി ബെഡിൽ നിന്നും എഴുന്നേറ്റു. നിനക്ക് ഈയിടെയായിട്ട് എന്നോടൊരു സ്നേഹമില്ലാഞ്ഞിട്ടാ ശ്രീ, ദത്തൻ കെറുവോടെ പറഞ്ഞുകൊണ്ട് ചുണ്ടുകൂട്ടി. ഉവ്വ്, സ്നേഹമില്ലാഞ്ഞിട്ടാണല്ലോ എൻ്റെ ചുണ്ട് ഇപ്പോഴും ഇങ്ങനെ. അവൾ എന്തോ പറയാൻ വന്നിട്ട് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ പകുതിയിൽ വെച്ച് നിർത്തി. എന്താ ശ്രീ, ബാക്കി പറയുന്നില്ലേ? ദത്തനിൽ കുറുമ്പ് നിറഞ്ഞു. ഒന്നുമില്ല, ഞാൻ കുളിക്കാൻ പോവാ. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുന്നേക്ക്. രാവിലെ തന്നെ മനുഷ്യൻ്റെ മൂഡ് മാറ്റാനായിട്ട് ഓരോന്ന് പറഞ്ഞിറങ്ങിക്കോളും. അവനെ നോക്കി ദേഷ്യത്തിൽ പെറുപിറുത്തുകൊണ്ട് ധന്യ ചവിട്ടിത്തുള്ളി ബാത്റൂമിൽ കയറി ഡോറടച്ചു. അവളുടെ പോക്ക് കണ്ട് ദത്തൻ അറിയാതെ ചിരിച്ചുപോയി. ദത്തനും ധന്യയും ഫ്രഷായി താഴേക്ക് വരുമ്പോഴേക്കും ഹാളിൽ എന്തോ വലിയ ചർച്ച നടക്കുകയായിരുന്നു. ആഷിയും ദേവനും സിദ്ധുവും ഹാളിൻ്റെ നടുവിൽ തന്നെ കുറേ ഫയലും കെട്ടിപ്പിടിച്ച് ഇരിപ്പുണ്ട്. അവരുടെ കൂടെ തന്നെ കീർത്തനയും നിവിയും താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നു. ഒന്നിൻ്റെയും മുഖത്ത് അത്ര തെളിച്ചമില്ല. എമിയും അനുവും അവരെ നോക്കി അടുത്തു തന്നെ നിൽപ്പുണ്ട്. ആദിയും ചന്തുവും രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. ചന്തുവിന് പ്രത്യേകിച്ച് ആരോഗ്യപ്രശ്നമൊന്നുമില്ലാത്തത് കൊണ്ട് അവൾ ഹോസ്പിറ്റലിൽ ആദിയോടൊപ്പം പോകുന്നുണ്ട്. വരുണും ഇപ്പോൾ അവൻ്റെ വീട്ടിലാണ്. എന്താ ഇവിടെ? എന്തിനാ നിങ്ങൾ ഈ ഫയലും കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? അവരോട് സംശയത്തോടെ ചോദിച്ചുകൊണ്ട് ദത്തൻ സോഫയിലേക്ക് ഇരുന്നു. ധന്യ എമിയുടെയും അനുവിൻ്റെയും അടുത്തേക്ക് പോയിരുന്നു. അത് നമ്മുടെ ബാംഗ്ലൂർ ഓഫീസിൽ എന്തോ ഇഷ്യൂ, ഉടനെ എത്തണമെന്ന് പറഞ്ഞ് അവിടുന്ന് മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആഷി ദത്തൻ്റെ അടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. പ്രശ്നം എന്താണെന്ന് പറഞ്ഞില്ലേ? ദത്തൻ സംശയത്തോടെ അവനെ നോക്കി. ലേബേഴ്സ് സമരത്തിലാണെന്ന്. പുതിയ വർക്ക് തുടങ്ങുമ്പോൾ കൂടുതൽ മെഷീൻസും പ്രൊഡക്ഷൻസ് വേണ്ടിയുള്ള മെറ്റീരിയൽസും കൊണ്ടുവരും. മെഷീനുകൾ ഉള്ളപ്പോൾ ലേബേഴ്സ് അതിൽ കുറവ് മതിയല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കുറച്ചുപേരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞതുകൊണ്ട് അവർ സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ദേവൻ മാനേജർ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ ദത്തനെ അറിയിച്ചു. അതിനിപ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓഫായിരിക്കുന്നത്? ഇതിനൊരു പരിഹാരമുണ്ടാക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ? ദത്തൻ ഗൗരവത്തോടെ ചോദിച്ചു. അതല്ല ദത്ത, നമ്മൾ ആരെങ്കിലും അവിടേക്ക് പോയേ പറ്റൂ. മാനേജറിനെ കൊണ്ട് ഒറ്റയ്ക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആര് പോകും എന്നൊരു കൺഫ്യൂഷനിൽ ഇരുന്നു പോയതാ. സിദ്ധുവും അവനടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. കല്യാണത്തിൻ്റെ തിരക്കിനിടയിൽ നിങ്ങൾക്ക് എന്തായാലും പോകാൻ കഴിയില്ലല്ലോ. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉണ്ടാവൂ, ഞാൻ തന്നെ പോകാം. ദത്തൻ എല്ലാവരെയും നോക്കി ഒരു പരിഹാരം എന്നോണം പറഞ്ഞു. എല്ലാവരും സമ്മതമെന്നോണം അവനെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷേ ധന്യ മാത്രം കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ടതുപോലെ തറഞ്ഞു നിന്നുപോയി. തൻ്റെ നിറയുന്ന കണ്ണുകൾ ആരും കാണാതിരിക്കാൻ അവൾ നന്നേ കഷ്ടപ്പെട്ടു. ഒരാഴ്ച, ഇനിയുള്ള ഒരാഴ്ച തൻ്റെ പ്രാണനില്ലാതെ താൻ ഒറ്റയ്ക്ക്. അവളുടെ കണ്ണുകൾ അവളെ ചതിച്ചുകൊണ്ട് കണ്ണുനീർ പൊഴിക്കാൻ തുടങ്ങി. എന്തു പറ്റിയടി? ധന്യയുടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ കണ്ട് എമ്മി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, കണ്ണിൽ കരട് പോയി. മറ്റാരെങ്കിലും കാണുന്നതിന് മുമ്പ് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി. ഇവൾക്കിത് എന്തു പറ്റി? അവൾ പോകുന്നത് നോക്കി നിന്ന എമ്മി അനുവിനോടായി ചോദിച്ചു. ആ, അറിയില്ല. കണ്ണിൽ കരട് പോയത് കഴുകാൻ പോയതാവും, പാവം. അനു എന്തോ വലിയ കാര്യം പോലെ പറയുന്നത് കേട്ട് എമ്മി അവളെ അടിമുടിയൊന്ന് നോക്കി. എൻ്റെ ഇച്ചായൻ്റെ വിധി, അല്ലാതിപ്പോൾ എന്തു പറയാനാ? ആരോടെന്നില്ലാതെ പറഞ്ഞുകൊണ്ട് എമി പുറത്തേക്കിറങ്ങി. എടി നിക്ക്, ഞാനും വരുന്നു. അവളുടെ പുറകെ അനുവും പോയി. ദത്തനും മറ്റുള്ളവരും ഓഫീസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അവിടെ തന്നെ ഇരുന്നു.